വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് കെ ലതിക ഫേസ്ബുക്ക് അക്കൗണ്ടും ലോക്ക് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പിൻവലിക്കാത്തതിനെതിരെ UDF പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. നയൻതാര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നയൻതാര, ഇത് വലിയ വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പോൾ പോലും കത്തി നിൽക്കുന്ന ഒന്നാണ്. എന്നിട്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് പിൻവലിക്കുന്നു, പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുന്നിലേക്ക് വെച്ച വാദങ്ങളൊക്കെ തിരിച്ചടിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവിലാണോ ഇങ്ങനെ ഒരു നീക്കം? പൂജ, വിവാദം കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കെ ലതിക, അതായത് സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി നേതാവ് കൂടിയായ കെ ലതിക ഈ പോസ്റ്റ് പിൻവലിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് യൂത്ത് ലീഗ് നേതാവിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ട് പുറത്തുവരുന്നത്. എന്നാൽ പോസ്റ്റ് നിർമ്മിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകരല്ലെന്ന് കഴിഞ്ഞ ശനിയാഴ്ച പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും ഈ സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ നിന്നും ലതിക പിൻവലിക്കാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി UDF രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ലതിക സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ നിന്നും ഈ സ്ക്രീൻഷോട്ട് പിൻവലിച്ചത്. അതിന് പിന്നാലെ തന്നെ അവരുടെ അക്കൗണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഇതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് തന്നെയുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ, അതായത് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ രംഗത്ത് വന്നിരുന്നു. അതായത് പോസ്റ്റ് പിൻവലിച്ചതോടെ ലതികയുടെ പങ്ക് വ്യക്തമായെന്നും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് വലിയ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതായത് സന്ദേശം പുറത്തു വന്നത് മുതൽ UDFനെതിരെ വ്യാപകമായ പ്രചരണമാണ് നടന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കളിൽ ആയിരുന്നു. ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി പോലീസ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവാദ പോസ്റ്റിട്ട പോരാളി ചാജിയുടെ പേജിന്റെ വിവരങ്ങളും തേടിയിട്ടുണ്ട്. ഇത് രണ്ടും CPM അനുകൂല ഫേസ്ബുക്ക് പേജുകളാണ്. എന്തായാലും കെ ലതികയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. നയൻതാരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് പോകാം. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റായ കെ പ്രവീൺകുമാർ പറഞ്ഞു. ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. പോസ്റ്റ് പിൻവലിച്ചതോടെ ലതികയുടെ പങ്ക് കൂടുതൽ വ്യക്തമായി എന്നും പ്രവീൺകുമാർ പറഞ്ഞു. ഇത് വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ ലതിക ഇത് പ്രചരിപ്പിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ചെയ്ത, ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത, മതേതരത്വത്തിന് ഏറ്റവും ഭീഷണിയാകുന്നൊരു പോസ്റ്റാണ് ലതികയെ പോലുള്ളൊരു മുൻ MLA പ്രചരിപ്പിച്ചത്. ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് അറിയാമായിരുന്നു വ്യാജമാണെന്നുള്ളത്. കെ ലതിക സ്ക്രീൻഷോട്ടിൽ നിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് കെ ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. യഥാർത്ഥ പ്രതികളെ ഇന്നും പിടിച്ചില്ലല്ലോ. ആ പ്രതിയെ പിടിക്കാനുള്ള ആവശ്യങ്ങൾ ആവർത്തിക്കുന്നു. ലതികയെ, ഈ ഒറ്റ കാര്യം മതിയല്ലോ, ലതികയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒട്ടും വൈകരുത്.